ഹായ്, നമുക്ക് നല്ലൊരു കോഴിക്കോട്ട് റെസിപ്പി കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചീനച്ചട്ടിയിലേക്ക് ആദ്യം ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. അത് നല്ലപോലെ വെട്ടി തിളയ്ക്കുമ്പോൾ ചിരകി വെച്ച തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ 2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വിളയിച്ചെടുക്കണം. അപ്പോൾ അത് പാനിയൊക്കെ വറ്റി ഇത് കണ്ടു ഇതുപോലെ തേങ്ങയൊക്കെ നല്ല രീതിയിൽ വിളയിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഏലക്കയും ജീരകവും ഒക്കെ ചേർത്ത് കൊടുക്കണം. പിന്നെ എപ്പോഴും നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ ഒത്തിരി നീളം, അതായത് ശർക്കര പാനി കറക്റ്റ് തേങ്ങയുമായിട്ട് മിക്സ് ചെയ്ത് കറക്റ്റ് കൂട്ടായി വന്നാലാണ് നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കി അതിനകത്തോട്ട് ഫില്ല് ചെയ്തിരിക്കുമ്പോൾ കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. അതിനുശേഷം ഞാനത് ചേർക്കാനായിട്ട് കുറച്ച് ഏലക്കയും ജീരകവും കൂടി പൊടിച്ചെടുത്തു. പിന്നെ ഏലക്കയുടെ തൊണ്ടൊക്കെ എടുത്ത് കളയുന്നുണ്ട്. നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും ജീരകവും ചുക്കും ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല. അതും ചേർത്ത് 1 സ്പൂൺ നെയ്യ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ടേസ്റ്റ് കൂടുന്നപ്പം തന്നെ നല്ല രീതിയിൽ ആ ടേസ്റ്റ് നമ്മുടെ വായിലോട്ട് അലിഞ്ഞു ചേരുമ്പോൾ ആ നെയ്യുടെ ഒരു ശകലം ടേസ്റ്റ് ഉണ്ട്, നല്ലതാണ്. ഇപ്പോൾ തേങ്ങ പീരയും അതുപോലെ ശർക്കര പാനിയും സ്പൈസസും ഒക്കെ കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് പിന്നെ അതിൻ്റെ തൊട്ട് തന്നെ ശർക്കര പാനിയുടെ വെള്ളം ഒട്ടുമില്ല, നല്ലപോലെ വറ്റി നല്ല നൈസായിട്ട് കമ്പൈൻഡായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തൽക്കാലം തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇടിയപ്പത്തിൻ്റെയും അപ്പത്തിനും ഒക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയുണ്ടല്ലോ, വറുത്ത പൊടി തന്നെയാണ്. അതിനോട് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ പൊടി കുഴയ്ക്കുന്നത്. അപ്പോൾ ഓയിൽ ചേർക്കണ കാര്യം മറക്കണ്ട. അത് നല്ല പോലെ കുറച്ച് ഓയിൽ ചേർത്താലാണ് നല്ല മൃദുവായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്നത്. അതിനുശേഷം വെട്ടി തിളയ്ക്കണ വെള്ളം തന്നെ വേണം ചേർത്ത് കൊടുക്കാൻ. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്തായിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. അങ്ങനെ മാവ് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. ആ കുഴച്ചെടുക്കുന്ന സമയത്ത് പിന്നെ വേറൊരു കാര്യം, വെള്ളം ആവശ്യത്തിന് ഒഴിച്ചില്ലെങ്കിൽ മാവ് കട്ടയായി പോവുകയും അതുപോലെ കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ ലൂസായി പോയി. ഇത് രണ്ടും നമുക്ക് പറ്റത്തില്ല. നമ്മൾ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് നോക്കി അത് കറക്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഇതുപോലെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നേരം നമുക്ക് മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അതിനകത്ത് സ്റ്റീം ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ കൊഴുക്കട്ട റെഡിയാക്കാൻ തുടങ്ങാം. നമ്മുടെ കൊഴുക്കട്ടയുടെ സൈസ് എത്ര വേണം എന്നുള്ള രീതിയിൽ അളവിനനുസരിച്ച് മാവ് എടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലെ നല്ലപോലെ ഒന്ന് അതിനകത്ത് ഒന്ന് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി നല്ലപോലെ ഒന്നും കൂടി നമ്മൾ കുഴച്ചെടുക്കണം. കൈകൊണ്ട് ആ എടുത്ത കുറച്ച് മാവ് നല്ലപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം, ഇപ്പോൾ നമ്മൾ നേരത്തെ ഓയിലൊക്കെ ഒഴിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇത്ര സ്മൂത്തായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അതിനുശേഷം ആദ്യം ഒന്ന് കുഴിച്ചിട്ട് കറക്റ്റ് ഇതായതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഒത്തിരി കൂടുതലും വേണ്ട, എങ്കിൽ കുറവാകരുത്. കറക്റ്റ് ഒരു പകുതി നിൽക്കത്തക്ക രീതിയിൽ അതിനെ ഒന്ന് കറക്റ്റ് സെൻറ്ററിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം അതിനെ കവർ ചെയ്യണം. കവർ ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും മാവ് അകത്തോട്ട് പോകാതെ ഇങ്ങനെ പുറത്തുനിന്ന് തന്നെ ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ അടച്ചടച്ച് കൊണ്ടുവരുവാണെങ്കിലാണ് നമുക്ക് കോഴിക്കോട്ട തുറക്കുമ്പോൾ നല്ല രീതിയിൽ തേങ്ങയൊക്കെ കറക്റ്റ് ഷേപ്പിലായിരിക്കും, എല്ലായിടും ഒരുപോലെ ഈക്വലായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പം അത് മാവ് കറക്റ്റായിട്ടിരിക്കുമ്പോൾ നമുക്ക് കുഴച്ചെടുക്കാൻ എളുപ്പമുണ്ടാകും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കോഴിക്കോട്ട അതേപോലെ ലാസ്റ്റ് അത് കറക്റ്റായിട്ട് കവർ ചെയ്ത് ഇനിയും കുറച്ചൊരു കയ്യിൽ ഇച്ചിരി ഓയിൽ തടവിയിട്ട് അങ്ങനെ ചെയ്യുമ്പം ഒട്ടും തന്നെ ഒട്ടത്തില്ല. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പൊട്ടിപ്പോകാതെയൊക്കെ ഇരിക്കണമെങ്കിൽ നമ്മൾ കറക്റ്റ് എല്ലാ സൈഡും ഒന്ന് ലെവലാക്കി, ഇപ്പോൾ ഞാനൊരു ഓയിൽ തേച്ചൊരു പ്ലേറ്റിലിട്ടിട്ട് ഒന്നിങ്ങനെ കറക്കിയെടുത്ത് കൈ കൊണ്ടൊന്നും കൂടി ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ബാക്കി ഉരുളകളും കൂടി ഇതുപോലെ തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് സ്റ്റീം ചെയ്യാൻ വെക്കാം. ഞാൻ ഉണങ്ങി പോകാതിരിക്കാനാണ് കേട്ടോ പൊക്കത്തിലോട്ട്, കാരണം ബാക്കി റെഡിയാക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ പൊക്കമൊന്നും ഇതായിരിക്കാണ് ഓയിലെടുത്ത് കൊടുത്തത്. ഇപ്പോൾ നമ്മുടെ സ്റ്റീം ചെയ്യാനുള്ള ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടിക്കകത്തേക്ക് നമ്മുടെ ഇത് സ്റ്റീമർ ഇത് വാങ്ങിക്കാൻ കിട്ടൂല, ആ തട്ട് വെച്ച് ഒരു വാഴയിലയും കൂടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ വേണമെന്ന് നിർബന്ധമില്ല. അപ്പം ഒരു കുറച്ചും കൂടി ഫ്ലേവർ നന്നായിട്ട് കിട്ടുമല്ലോ, അതുകൊണ്ട് ചെച്ചതേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ 6 കൊഴുക്കട്ടയാണ് ഇപ്പോൾ ഉണ്ടാക്കണം. മാവ് കുഴച്ച് കുറച്ചും കൂടി മിച്ചമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വാഴയിലയിൽ കുറച്ച് അടയും കൂടി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മുടെ ഇതൊരു 10 മിനിറ്റ് നേരം ഒരു സൈഡ് സ്റ്റീം ചെയ്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടി സ്റ്റീം ചെയ്താൽ മതി. അപ്പോൾ ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് കോഴിക്കോട്ട റെഡിയായി വരും. അപ്പോൾ ഇത് എല്ലാം നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഒന്നും പൊട്ടിപ്പോയിട്ടില്ല, പുറത്തോട്ടും ഒന്നും പോയിട്ടില്ല, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ തണുത്തതിന് ശേഷം ഞാൻ മുറിച്ചൊക്കെ കാണിക്കാം. ഇപ്പോൾ കൂടുതൽ നേരം വേവിക്കുക ആവശ്യമില്ല. ഒത്തിരി നേരം വേവിച്ചാലും ചിലപ്പോൾ പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതേ ഞാൻ 15 മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ലാതെ നമ്മൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ചൊക്കെ നോക്കാം. കണ്ടോ, കറക്റ്റായിട്ടാണ് മാവിൻ്റെ ഫില്ലിങ് നമ്മൾ കറക്റ്റ് അതിനകത്ത് വെച്ചത് കൊണ്ട് തന്നെ നല്ല ഷേപ്പിൽ തന്നെയാണ് നമുക്ക് ആ തേങ്ങയുടെയും മാവിൻ്റെയും കൂടി അളവ് വന്നിരിക്കുന്നത്.
അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് കോഴിക്കട്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ അറിയാം നല്ല രീതിയിൽ കോഴിക്കട്ട. പിന്നെ ഇപ്പോൾ അറിയാമല്ലോ കോഴിക്കട്ട സാറ്റർഡേ ആണ് വരുന്നത്. അപ്പം എല്ലാവരും കോഴിക്കട്ട തയ്യാറാക്കുക, എൻജോയ് ചെയ്യുക. നല്ല രുചിയുള്ളൊരു നാടൻ പലഹാരമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.